നിശബ്ദമായി ഒരു പുതിയ വിപണി വളരുകയാണ്. അതൊരു സാധാരണ ബിസിനസ് അല്ല, മനുഷ്യബന്ധങ്ങളെ തന്നെ ഒരു സേവനമായി മാറ്റിയ പുതിയ സാമൂഹിക പ്രവണതയാണത്. പണം കൊടുത്തു വാങ്ങുന്ന സ്നേഹവും മണിക്കൂറുകൾക്ക് വാടകയ്ക്കെടുക്കുന്ന സഹവാസവും ഒറ്റപ്പെടലിനെ മറയ്ക്കാൻ ആളുകൾ തേടുന്ന താൽക്കാലിക ബന്ധങ്ങളുമാണ് ഈ പുതിയ ബന്ധവിപണിയുടെ അടിസ്ഥാനം. പുറമേ നോക്കുമ്പോൾ കേരളം വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുന്നേറുന്ന സമൂഹമായി തോന്നും. എന്നാൽ അതിന്റെ അകത്തളത്തിൽ നിശബ്ദമായി മറ്റൊരു യാഥാർത്ഥ്യം വളരുകയാണ്. ഒരു കാലത്ത് അയൽവാസികളും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളം. വീടുകളുടെ വാതിലുകൾ തുറന്നിരിക്കുകയും ബന്ധങ്ങൾ അടുത്തതായിരിക്കുകയും ചെയ്തിരുന്ന കാലം. എന്നാൽ ഇന്ന് ജീവിതത്തിന്റെ വേഗതയും നഗരവൽക്കരണവും കൂടിയതോടെ ആ ബന്ധങ്ങളുടെ സ്വഭാവം മാറി തുടങ്ങി. ഫ്ലാറ്റ് സംസ്കാരവും തിരക്കേറിയ ജോലി ജീവിതവും ചേർന്ന് പലരെയും ഒരേ നഗരത്തിൽ കഴിയുമ്പോഴും ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് തള്ളുകയാണ്. ഈ ഒറ്റപ്പെടലിനെയാണ് പുതിയൊരു ബന്ധവിപണിക്ക് വഴി തുറന്നത്. ഒരു കാലത്ത് കുടുംബവും സുഹൃത്തുക്കളും നൽകിയിരുന്ന മാനസിക പിന്തുണ ഇന്ന് ചിലർ പണം കൊടുത്ത് നേടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഒറ്റപ്പെടലിന്റെ ഭാരം കുറയ്ക്കാൻ ആളുകൾ പുതിയ വഴികൾ തേടുകയാണ്. അതാണ് ചിലർക്കായി പണം കൊടുത്ത് ലഭിക്കുന്ന കൂട്ടിരിപ്പും താൽക്കാലിക ബന്ധങ്ങളും. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഇത്തരം ബന്ധങ്ങൾ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. സമൂഹ മാധ്യമങ്ങളും ചില മൊബൈൽ ആപ്പുകളും ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ വേദികളായി മാറിയിട്ടുണ്ട്. കൂട്ടിരിപ്പ്, മാനസിക പിന്തുണ, പരിപാടികൾ, കൂട്ടായി വരൽ എന്നീ പേരുകളിൽ ആളുകൾ തമ്മിൽ പരിചയപ്പെടുകയും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നു. പലപ്പോഴും ഇത് തുറന്നു പറയാത്ത ഒരു സേവന വിപണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നവരിൽ വലിയൊരു വിഭാഗം നഗരജീവിതത്തിൽ ഒറ്റപ്പെട്ട യുവാക്കളാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങളും ജീവിതത്തിൽ മാനസികമായി ഒറ്റപ്പെട്ടവരും വിവാഹബന്ധത്തിൽ തൃപ്തരല്ലാത്തവരും ഈ വഴികളിലേക്ക് തിരിയുന്നുണ്ട്. ചിലർക്കിത് വെറും സംസാരിക്കാൻ ഒരാൾ ലഭിക്കുന്നത് പോലുള്ള ചെറിയ ആശ്വാസമാണ്. എന്നാൽ മറ്റു ചിലർക്കിത് ഒരു വരുമാന മാർഗമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. മനുഷ്യബന്ധങ്ങൾ പോലും പണവുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ മൂല്യം എന്താകുന്നു? വിശ്വാസവും സ്നേഹവും ഇല്ലാത്ത ബന്ധങ്ങൾ ഒരാളെ എത്രകാലം സന്തോഷിപ്പിക്കും? ഒരു കാലത്ത് ശക്തമായ കുടുംബ ബന്ധങ്ങൾക്കായി അറിയപ്പെട്ടിരുന്ന കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടുതൽ സ്വതന്ത്രരാകുന്നു, പക്ഷേ അതോടൊപ്പം കൂടുതൽ ഒറ്റപ്പെടലും അനുഭവിക്കുന്നു. അവസാന ഒരു ചോദ്യം മാത്രം ബാക്കി: നമ്മൾ മുന്നേറുന്ന ഒരു സമൂഹമാണോ, അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ മറയ്ക്കാൻ പുതിയൊരു വഴികൾ തേടുന്ന സമൂഹമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ആദ്യപടി.